പ്രവീണിൻ്റെ തന്നെ കോളേജിലെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് സാറിനൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രവീണിൻ്റെ മറ്റൊരു കൊളീഗ്, വേറൊരു കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ആ ടീച്ചറാണ് പറയുന്നത്, ജസ്ന പോയെന്നാണല്ലോ കേട്ടത് എന്ന്. ഞാൻ കരഞ്ഞില്ല, ഞാൻ അന്ന് കരഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്ന് ഞാൻ ഉറങ്ങി. ഞാൻ അന്ന് നന്നായി ഉറങ്ങി. അന്ന് രാത്രിയാണിത് സംഭവിക്കുന്നത്. ഞാൻ നന്നായി ഉറങ്ങി മോളുടെ കൂടെ. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറേ നേരം എനിക്ക് തോന്നുന്നു കരഞ്ഞു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും പ്രവീണിൻ്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ കംപ്ലീറ്റ്ലി നമ്മായിരുന്നു. കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വികാരവുമില്ല, ഞാൻ കരയാനൊന്നുമില്ല. പ്രവീണിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് പ്രവീണിനെയും അവിടെ കൊണ്ടുവന്നു. കുറേ നേരം പ്രവീണിൻ്റെ കൂടെ ഇരുന്നു. എനിക്ക് തൊടണം. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് എനിക്ക് തൊടാൻ എപ്പോഴാണ് പറ്റുന്നത്, എപ്പോഴാണ് ഇത് തുറക്കുന്നത് എന്നുള്ളതാണ്. അന്ന് രാത്രിയും ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങി. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊരു സ്ത്രീയാണ്, ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉറങ്ങാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറങ്ങണം. എനിക്കിത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പ്രവീൺ പോയത് പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങി. തുടർന്നുള്ള ഒരു 10 ദിവസത്തോളം ഞാൻ ഇതുപോലെ ഉറങ്ങുകയാണ് ചെയ്തത്.